നീ പണം കൊടുത്താൽ ഉലകിലെങ്ങും വാഴുമോ? പണം കൊടുത്ത് പലരും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെങ്ങും വാഴുമോ? ജീവിതമാകും പെരുവഴി, ജീവിതമാകും പെരുവഴി, പുതിയ പുലരി തേടിയോടും യാത്രക്കാരാ, ലോകസുഖം വ്യക്തമല്ലോ, മായയല്ലോ സർവം മായയല്ലോ. പണം കൊടുത്ത് പലരും നേടും മനുഷ്യ, പണം കൊടുത്താൽ ഉലകിലെങ്ങും വാഴുമോ? കൊടുത്താൽ ആഹാരം വാങ്ങാം, ആ പണം കൊടുത്താൽ ആത്മമന്ന ലഭിക്കുമോ? പണം കൊടുത്താൽ മണിമേട വാങ്ങാം, ആ മണിമേടയിൽ ശാശ്വതമായി വാഴുമോ? ആത്മമന്ന വേണമോ? നിത്യഭവനം വേണമോ? ആത്മമന്ന വേണമോ? നിത്യഭവനം വേണമോ? രക്ഷിതാവിനരികിൽ നീ വാവാ, യേശുവിനരികിൽ നീ വാവാ, രക്ഷിതാവിനരികിൽ നീ വാവാ, യേശുവിനരികിൽ നീ വാവാ. പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെങ്ങും വാഴുമോ? കൊടുത്താൽ പുസ്തകങ്ങൾ വാങ്ങാം, ആ പണം കൊടുത്താൽ ആത്മജ്ഞാനം ലഭിക്കുമോ? പണം കൊടുത്താൽ വൈദ്യന്മാരെ കാണാം, ആ പണം കൊടുത്താൽ നിത്യസൗഖ്യം ലഭിക്കുമോ? ആത്മജ്ഞാനം വേണമോ? നിത്യസൗഖ്യം വേണമോ? ആത്മജ്ഞാനം വേണമോ? നിത്യസൗഖ്യം വേണമോ? രക്ഷിതാവിനരികിൽ നീ വാവാ, യേശുവിനരികിൽ നീ വാവാ, രക്ഷിതാവിനരികിൽ നീ വാവാ, യേശുവിനരികിൽ നീ വാവാ. പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെങ്ങും വാഴുമോ? കൊടുത്താൽ കുടിവെള്ളം വാങ്ങാം, ആ പണം കൊടുത്താൽ ആത്മദാഹം തീരുമോ? പണം കൊടുത്താൽ വിഗ്രഹങ്ങൾ വാങ്ങാം, ആ പണം കൊടുത്താൽ ദൈവശക്തി ലഭിക്കുമോ? ജീവജലം വേണമോ? ദൈവശക്തി വേണമോ? ജീവജലം വേണമോ? ദൈവശക്തി വേണമോ? രക്ഷിതാവിൻ
യേശുവിൻ അരികിൽ നീ വാവാ, രക്ഷിതാവിൻ അരികിൽ നീ വാവാ, യേശുവിൻ അരികിൽ നീ വാവാ. പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? ജീവിതമാകും പെരുവഴി, ജീവിതമാകും പെരുവഴി, പുതിയ പുലരി തേടിയോടും യാത്രക്കാരാ, ഓർക്കുക നീ ലോകസുഖം വ്യർത്ഥമല്ലോ, മായയല്ലോ സർവം മായയല്ലോ. പ്രസാദസുന്ദരമായ ഈ സായാഹ്ന സമയം പള്ളിമുക്കിൻ്റെ ദേശത്ത് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ മാന്യരായ സഹോദരങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഓർപ്പിക്കുകയാണ്. വരുന്ന അല്പനിമിഷം ഈ ശബ്ദസീമയിൽ നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. കാലം പ്രശ്ന സങ്കീർണമായി കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ വളരെ കാലിക പ്രസക്തമായ ഒരു സന്ദേശം ഉയർത്തിക്കാട്ടുവാൻ, സമാധാനം സൃഷ്ടിക്കുന്ന ഒരു സന്ദേശത്തെ ഉയർത്തിക്കാട്ടുവാൻ, സ്നേഹം അനുസൂതം ഒഴുകുന്ന ഒരു അനുഗ്രഹീതമായ സന്ദേശത്തെ ഉയർത്തിക്കാട്ടുവാൻ, പ്രശ്ന സങ്കീർണതകളുടെ നടുവിൽ ഉത്തരം കിട്ടാത്ത ആയിരക്കണക്കിന് ചോദ്യങ്ങളുടെ നടുവിൽ ജീവിതത്തിന്റെ സമരോന്മുഖങ്ങളിൽ പതറിയ നിലയിൽ നിൽക്കുന്ന ജീവിതങ്ങൾക്ക് അവരുടെ ചോദ്യങ്ങൾക്കുള്ള അനുഗ്രഹീതമായ ഉത്തരവും അടങ്ങിയിരിക്കുന്ന ഒരു മനോഹര സന്ദേശമാണ് ഇന്ന് ഈ പള്ളിമുക്കിന്റെ ദേശത്ത് ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്നവരുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ ദേശവാസികളെ, നമ്മുടെ ഈ കൊച്ചു കേരളം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുഃഖത്തിന്റെ ആഴക്കടലിലേക്ക് കടന്നുപോയ, വളരെ വേദനാകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു ദിനങ്ങളാണ്. അങ്ങകലെ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ കരുപിടിപ്പിക്കുവാൻ വേണ്ടി തങ്ങളുടെ കുടുംബത്തിന്റെ അത്താണികളായ പ്രിയപ്പെട്ടവർ അധ്വാനിച്ച മരുഭൂമി കുവൈറ്റ് എന്ന ആ മണലാരുണ്യത്തിൽ അവർ പാർത്ത ബിൽഡിംഗ് കത്തിച്ചാമ്പലായപ്പോൾ സംഭവിച്ചത് അനേക ജീവിതങ്ങൾ പ്രതീക്ഷകളുടെ ചിറകുകൾ അരിഞ്ഞു പോകുന്ന നിലയിൽ ദാരുണമായ അന്ത്യത്തിന് കാരണമായി തീരുവാനിടയായി തീർന്നു. നമ്മളിൽ പലർക്കും നേരിട്ട് പരിചയമില്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങളിൽ, മുഖപുസ്തകങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിന്ന ആ വാർത്ത അനേകരുടെ കണ്ണുകളെ ഈറനണിയിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് ആർക്കും അവിസ്മരിക്കുവാൻ കഴിയാത്ത വിധം സത്യമാണ്. അനേക കുടുംബങ്ങളുടെ താങ്ങും തണലുമായിരുന്ന, പ്രതീക്ഷകളായിരുന്ന ചില ജീവിതങ്ങളാണ് പൊലിഞ്ഞു പോകുവാനിടയായി തീർന്നത്. അവരുടെ സ്വപ്നങ്ങൾ കരിഞ്ഞു പോകുന്ന നിലയിലുള്ള ആ വലിയ ദുരന്തത്തിന്റെ പരിണിത ഫലമായി അനേക കുടുംബങ്ങൾ ഇന്നും ദുഃഖത്തിന്റെ ആഴക്കയങ്ങളിലാണ്. ചില പ്രിയപ്പെട്ടവർക്ക് തന്റെ പങ്കാളി നഷ്ടപ്പെട്ടു, ചില കുഞ്ഞുങ്ങൾക്ക് തന്റെ പിതാവ് നഷ്ടപ്പെട്ടു, ചില മാതാപിതാക്കൾക്ക് പ്രതീക്ഷകളോടെ ലാളിച്ചോമനിച്ചു വളർത്തി തങ്ങളുടെ കുടുംബത്തിന് ഒരു തണലാകും, കടഭാരത്തിന് ഒരു ആശ്വാസമാകും എന്നൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രിയപ്പെട്ടവരുടെ മുൻപിലേക്ക് ചേതനയേറ്റ ശരീരം ഈ ദിവസങ്ങളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആരോടും പറയുവാൻ കഴിയാത്ത അതിതീവ്രമായ ദുഃഖത്തിലൂടെ അവർ കടന്നു പോകുകയാണ്. കേരളക്കരെ ഒന്നടങ്കം ആ ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ്. നാം ഓരോരുത്തരും അത് നമ്മളുടേതായ നൊമ്പരമായി ഏറ്റെടുക്കപ്പെട്ടവരാണ്. ഞാൻ ഇന്ന് ഈ വേർപാടിന്റെ വേദനയെ ഇവിടെ ഉയർത്തിക്കാട്ടുവാൻ കാരണമായി തീർന്നത് മനുഷ്യജീവിതം നൈമിഷികമാണ് എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ സഹോദരങ്ങൾ സ്വപ്നങ്ങൾ പൊലിഞ്ഞ് ആ തീച്ചൂളയിൽ വെന്തമർന്നു തീർന്നപ്പോൾ അതിന്റെ പിന്നിൽ അവരുടെ ഉറ്റവരും ഉടയവരുമായ ചില പ്രിയ സഹോദരങ്ങൾക്ക് ആരോടും പറയുവാൻ കഴിയാത്ത കഠിനമായ വേദനയിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു. അവർക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ചിലർ ഭവനങ്ങൾ പണിയുവാൻ ആഗ്രഹിച്ചു, ചിലർ കുഞ്ഞുങ്ങളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രയത്നിച്ചു, ചിലർ തങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു കൂലി ഒരുക്കുവാൻ വേണ്ടിയുള്ള അധ്വാനമായിരുന്നു. എല്ലാ സ്വപ്നങ്ങളും പൊലിഞ്ഞ് തീരുവാനിടയായി തീർന്നു.
ഞാൻ താമസിക്കുന്ന വീടിന്റെ സമീപ പ്രദേശത്തുള്ള ഒരു സഹോദരൻ 5 ദിവസമേ ആയുള്ളൂ അദ്ദേഹം കുവൈറ്റിന്റെ മണ്ണിലേക്ക് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ ഒരു പ്രതീക്ഷയോടെ ജോലിക്ക് വേണ്ടി കടന്നുപോയത്. മരണം കോമാളിയെ പോലെ കടന്നു വരുന്നു എന്ന് പറയുന്നത് എത്രയോ വാസ്തവമാണ്. തന്റെയും തന്റെ കുടുംബത്തിന്റെയും എല്ലാം സ്വപ്നങ്ങളെ ചമ്പലാക്കുന്ന ആ തീച്ചുളയിൽ ബന്ധമറന്നപ്പോൾ ഹൃദയഭേദകമായി ആ വാർത്ത കേട്ട് വളരെ നൊമ്പരപ്പെടുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഞാനിതിവിടെ പറയുന്നതിന്റെ പിന്നിലെ കാര്യം, ഞാൻ ഇന്നത്തെ പ്രഭാഷണത്തിന് ഇവിടെ ആധാരമായി എടുത്തിരിക്കുന്നത് വിശുദ്ധ ബൈബിൾ ആധാരമാക്കി എന്റെ പ്രാണനെ വിടുവിച്ച, എന്റെ ജീവിതത്തിന് പ്രതീക്ഷകൾ നൽകിയ, എന്റെ നിരാശകളെ മാറ്റിയ, എന്റെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തിയ, എന്റെ തകർന്നുടഞ്ഞ ജീവിതത്തെ പണിതെടുത്ത, എന്റെ മാതാപിതാക്കൾക്ക് അനുഗ്രഹീതനായ ഒരു മകനെ തിരിച്ചു നൽകിയ, ലഹരിയുടെ കോമാളി എന്ന കരങ്ങളിൽ നിന്ന് വിടുവിച്ച, കഞ്ചാവിന്റെ മായാ ലഹരിയിൽ നിന്ന് വിടുവിച്ച, സാമൂഹിക ബാധ്യതയായി തീർന്ന, ഒരു നാടിന്റെ അപമാനമായി തീർന്ന അനുഭവത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച, എന്നെ സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവിന്റെ മഹത്വമേറിയ നാമത്തെ ഒന്ന് ഉയർത്തി കാട്ടുവാൻ കൂടിയാണ് ഇന്ന് ഈ സമയം ഇവിടെ വേർതിരിക്കുന്നത്. എന്നോടൊപ്പമുള്ള പ്രിയ സഹോദരങ്ങൾ, ജീവിതത്തിന്റെ തകർച്ചയുടെ ആഴക്കയങ്ങളിലൂടെ കടന്നുപോയി സാമൂഹികമായ തിന്മകൾ പ്രവർത്തിച്ചിരുന്ന ചില സഹോദരങ്ങൾ കൂടിയാണ് ഞങ്ങൾ. അവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവര് ഈ ലോകം ചാർത്തി തന്ന വിവിധ സഭാ സമൂഹങ്ങളുടെ മത ബോർഡുകൾക്ക് കീഴിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഒരേ ഒരു കൊടിക്കീഴിൽ നിന്നുകൊണ്ട് ഈ സ്നേഹദൂത് ഉയർത്തി കാട്ടുന്നെങ്കിൽ അതിനുള്ളിൽ എന്തോ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന് 100% ഞാൻ ഉറപ്പും വാസ്തവവും നിങ്ങളോട് ആർജവത്തോടെ പ്രസംഗിക്കുകയത്രേ. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, പറഞ്ഞു വന്നതിന്റെ പ്രാരംഭ വാക്യത്തിൽ മരണമെന്ന കോമാളിയെ പറ്റിയ, അത് എന്റെ വിശുദ്ധ സംഹിതയായ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നത്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ എന്നാണ് പറയുന്നത്. ഏത് മനുഷ്യനും, നമുക്കാർക്കും നമ്മുടെ ഭാവിയെ അല്ലെങ്കിൽ മരണത്തെ പ്രവചിക്കുവാൻ കഴിയത്തില്ല. ഏത് നിമിഷവും അത് കടന്നു വരും. നമ്മൾ എവിടെ സുരക്ഷിതരെന്ന് പറഞ്ഞ് ഏത് കൊട്ടാരത്തിനുള്ളിൽ ഒളിച്ചാലും, ഏത് സാഹചര്യങ്ങളിൽ എത്ര മെഡിക്കൽ സയൻസിന്റെ സപ്പോർട്ടുകളോടുകൂടി ജീവിച്ചാലും, ഈ ഭൂമിയിൽ 7 അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 80 വർഷങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ 100 വയസ്സുകൾക്കപ്പുറം കടന്നു പോകുകയില്ല. നാം ആയിരിക്കുന്ന ഈ ഭൂമി എന്ന ഈ കൊച്ചു ഗോളത്തിൽ നിന്ന് നമ്മൾ അല്പമായി ജീവിതവാസത്തിന് ശേഷം ഇവിടുന്ന് പറന്നുയർന്നു പോകേണ്ടവരാണ്. അതിനെപ്പറ്റി ഒന്ന് ബോധ്യം വരുത്തിക്കൊണ്ട് പ്രഭാഷണം അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യ ജീവിതം നൈമിഷികമാണ്. ഏത് മനുഷ്യനും ഈ ഭൂമിയിൽ എത്ര ആരോഗ്യവാനും എത്ര കഴിവും എത്ര ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നാലും, എത്ര സമ്പന്നനും എത്ര വിദ്യാസമ്പന്നനായിരുന്നാലും, എത്ര പിടിപാടുകളുള്ളവനായിരുന്നാലും, എത്ര വലിയ ഗുണ്ടയായിരുന്നാലും, എത്ര വലിയ മുതലാളിയായിരുന്നാലും, എത്ര വലിയ തൊഴിലാളിയായിരുന്നാലും, ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരായിരുന്നാലും ഈ ഭൂമി വിട്ട് നാം പോകേണ്ടവരാണെന്ന് ഒരു നിമിഷം നാം തിരിഞ്ഞു ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഈ ഭൂമിയുടെ ആകത്തുക ജീവിതത്തിൻ്റെത് എന്താണ് എന്ന് നമുക്ക് ചോദിച്ചാൽ, അതിന്റെ ആകെ അവസാനം കണക്ക് കൂട്ടി തീർക്കുമ്പോൾ, ഞാൻ ചെറുപ്പത്തിൽ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, അല്ലെങ്കിൽ അതിനപ്പുറം ഞാൻ ഒരു വീട് പണിതു, കുറച്ച് ക്യാഷ് സമ്പാദിച്ചു, അല്ലെങ്കിൽ കുറച്ചെന്തൊക്കെയോ ഒന്ന് സമൂഹത്തിന് വേണ്ടി നേടി എന്നുള്ളതെല്ലാം കിഴിച്ച് ആകെ കൂട്ടി തുക നോക്കുമ്പോൾ ഇവിടുന്ന് കടന്നു പോകുന്ന സമയം ശൂന്യമായ കരങ്ങളുമായി ഒന്നുമില്ലാത്തവനെ പോലെ ഉടുതുണി ആരെങ്കിലും ഒന്ന് ഇട്ടു തന്നെങ്കിൽ അത് മാത്രമായി ഇവിടുന്ന് കടന്നു പോകേണ്ടവരാണ്. അപ്പൊ മനുഷ്യ ജീവിതം നൈമിഷികമാണ്. എന്തെല്ലാം നേടിയാലും നാം അതെല്ലാം വിട്ട് ഇവിടം വിട്ട് പോകേണ്ട പ്രിയമുള്ളവരാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദേശം, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, പ്രിയ മാതാപിതാക്കൾ, പ്രായമായവർ, എല്ലാ പ്രിയപ്പെട്ടവരോടും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ള ഒന്നോ ഇത്ര മാത്രമേ ഉള്ളൂ. മനുഷ്യൻ കേവലം ഒരു മൃഗത്തെ പോലെയോ ഒരു പക്ഷിജാതിയെ പോലെയോ ഈ ഭൂമിയിൽ വളർത്തപ്പെട്ടു എവിടെയോ ചത്തൊടുങ്ങി പോകുന്ന ഒരു സാധാരണ ജീവജാലം പോലെയല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യനെ ദൈവമാണ് സൃഷ്ടിച്ചത്. മനുഷ്യനെ സ്വന്തം കുരങ്ങിൽ നിന്നെടുത്തതല്ല. മനുഷ്യനെ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും അണുവിൽ നിന്നെടുത്തതല്ല. മനുഷ്യനെ നിർമ്മിച്ചത് ദൈവമാണ്. വിശുദ്ധ ബൈബിൾ അതിന് അടിസ്ഥാനമായി പറയുകയാണ്, ദൈവം മനുഷ്യനെ നിർമ്മിച്ചു. തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ നിർമ്മിച്ചു എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനുഷ്യന്റെ സൃഷ്ടി ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ്. നാൽക്കാലി ജീവികളെക്കാൾ, പക്ഷിജാതികളെക്കാൾ ഏറ്റവും മേൽത്തരമായ ദൈവത്തിന്റെ രൂപസാദൃശ്യത്തിൽ, ദൈവത്തിന്റെ ഇമേജിൽ, ദൈവം തന്റെ കരങ്ങളാൽ മെനയപ്പെട്ടതാണ് മനുഷ്യൻ.
മനുഷ്യനെ പോലെ അത്തുങ്കമായ സൃഷ്ടി ഈ പ്രപഞ്ചമണ്ഡലത്തിൽ വേറെ ഒന്നുമില്ല. എത്ര വലിപ്പമുള്ള ആനയായിരുന്നാലും, എത്ര കരുത്തുള്ള സിംഹമായിരുന്നാലും, ഭൂമിയിൽ ഏതൊക്കെ കഴിവുകളുള്ള വേഗതയിലോടുന്ന കുതിരയായിരുന്നാലും, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഉയരങ്ങളിൽ പറക്കുന്ന കഴുകനായിരുന്നാലും, എന്തിലേക്ക് നോക്കിയാലും അതിനെയൊക്കെ മനുഷ്യൻ ആശ്ചര്യത്തോടെ കണ്ടു വണങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, മനുഷ്യന്റെ മൂഢമായ ധാരണകളും തെറ്റിദ്ധാരണകളും അറിവില്ലായ്മകളുമാണ്. ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് അവന്റെ സാദൃശ്യത്തിലാണ്. ഇന്നെ കാണുന്ന ഈ ചുറ്റുവട്ടങ്ങളിൽ നിൽക്കുന്ന സകലരും നമ്മൾ സഹോദരങ്ങളാണ്, ഒരേ രക്തമാണ്. അതെ, ദൈവത്തിന്റെ ഇമേജുകളാൽ നിർമ്മിക്കപ്പെട്ടവര്. പക്ഷെ എന്തുകൊണ്ടോ ഭൂമിയിൽ വന്നപ്പോൾ കുടില ബുദ്ധികളുള്ള മനുഷ്യനെ പിശാച് കരങ്ങളിലെടുത്തതിന്റെ ഫലമായി ഈഹലോകത്തിന്റെ ശക്തിയായ ഇരുട്ടിന്റെ അധികാരിയായ പിശാച് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയേണ്ടതിന് അവന്റെ ഹൃദയങ്ങളിൽ കൊടുത്ത താല്പര്യങ്ങൾക്കും ആലോചനകൾക്കും അനുസരിച്ച് മനുഷ്യനെ തട്ടുകളായി തിരിച്ചപ്പോൾ ജാതിയുണ്ടായി, മതമുണ്ടായി, വർണ്ണമുണ്ടായി, വർഗമുണ്ടായി. അതിന്റെ പരിണിത ഫലമായി മനുഷ്യനെ ജാതിയുടെ പേരിൽ അടിച്ചമർത്തപ്പെടുന്നു, തട്ടുകൾ തരംതിരിക്കപ്പെടുന്നു, കുലത്തിന്റെ പേരിൽ, ജോലികളുടെ പേരിൽ വേർതിരിക്കപ്പെടുന്നു. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തെ ദുസ്സഹമാകുന്ന നിലയിൽ ഒരുപറ്റം ആൾക്കാർ അടിമത്തത്തിൽ ഭരിക്കുന്ന അനുഭവത്തിലേക്ക് പോയി. അത് കാലഘട്ടങ്ങൾക്ക് ശേഷം രാജാക്കന്മാരായി, പ്രഭുക്കന്മാരായി, ഭൂടൽ അധികാരികളായി, അതിന്റെ എല്ലാം പരിണിത ഫലം മനുഷ്യൻ എന്ന സൃഷ്ടിയെ മനുഷ്യൻ തന്നെ വാഴുന്ന അനുഭവത്തിലേക്ക് പോയി. മനുഷ്യൻ വാഴുകയില്ല. മനുഷ്യന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന അന്ധകാര ശക്തി സഹജീവിയെ ഒരു മൃഗത്തെ പോലെ കണ്ട് അതിനെ അടിച്ചമർത്തി ഭരിക്കുന്ന, വാഴുന്ന ഒരു യുഗത്തിലേക്ക് മനുഷ്യൻ നീങ്ങപ്പെട്ടു. ഇന്ന് കാലഘട്ടം പുരോഗമിച്ചെങ്കിലും ഇതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എളിയവനെ, മേൽത്തരത്തിലുള്ളവൻ ഇപ്പോഴും വാഴുകയാണ്. ഉന്നതങ്ങളിലുള്ളവൻ താഴെയുള്ളവനെ ഉപയോഗിക്കുന്നു. വിവിധമായ നിലയിൽ മനുഷ്യൻ അസഹിഷ്ണുത പേറുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാര്യം മനുഷ്യനിലെ ദൈവീക ഭാവം നഷ്ടപ്പെട്ടു, ദൈവീക സ്നേഹം നഷ്ടപ്പെട്ടു. മനുഷ്യൻ സഹോദരനെ അല്ലെങ്കിൽ സഹോദരങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതെ അവനെ നിഷ്ഠൂരമായി ഒരു മൃഗത്തെ പോലെ ഉപയോഗിക്കുന്ന അനുഭവത്തിലേക്ക് പോയി. ഒരു കാലഘട്ടം മനുഷ്യന് നമുക്കറിയാവുന്നതാണ്, മൃഗതുല്യമായി മനുഷ്യനെ കണ്ടതുണ്ട്. വയലിൽ അധ്വാനിക്കുന്നതും പറമ്പുകളിൽ പണിയുന്നവരെയും ഒരു നികൃഷ്ടമായി കണ്ടതുപോലെ അവന്റെ ജോലിയുടെ പേരിൽ അവനെ താഴ്ന്ന തട്ടിൽ കണ്ടുകൊണ്ട് താഴ്ന്ന ജാതിക്കാരനെന്നും മേഴ്ന്ന ജാതിക്കാരനെന്നും ഒക്കെ പറഞ്ഞ് വേർതിരിവുകൾ ഉണ്ടാക്കി മനുഷ്യൻ അടിമത്തത്തിന്റെ നുഖങ്ങളിൽ കുടുക്കപ്പെട്ടു പോയ ഒരു ചരിത്രം നമ്മുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം. ആ മനുഷ്യൻ ബോധം വെളിച്ചം വെച്ചു തുടങ്ങിയപ്പോൾ, അവന്റെ തലയിൽ പ്രകാശം അടിച്ചപ്പോൾ അവന് തിരിച്ചറിവുകൾ ഉണ്ടായി. എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തെ മനുഷ്യൻ തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യനെ സ്നേഹിക്കുവാൻ കഴിഞ്ഞു. സമൂഹത്തിലെ സകല തിന്മയുടെയും അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് മനുഷ്യനെ പിശാച് തന്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്നതിന്റെ പരിണിത ഫലമാണ്. ലഹരി എന്ന മ്ലേച്ഛതയിലേക്ക് മനുഷ്യനെ വഴിതിരിച്ച് പിശാച് കൊണ്ടുപോയിട്ട് ലഹരി ഉപയോഗിച്ച് സകല തിന്മകളും ചെയ്യുന്ന അനുഭവത്തിലേക്ക് മനുഷ്യൻ മാറി. സുബോധമുള്ള ഒരു മനുഷ്യനും തന്റെ സഹജീവിയെ കുത്തിക്കീറുവാൻ വെമ്പൽ കൊള്ളുമോ? ഒരിക്കലുമില്ല. എന്നാൽ മദ്യത്തിന്റെ ലഹരിയിൽ, കഞ്ചാവിന്റെ ലഹരിയിൽ മനുഷ്യൻ തന്റെ സഹജീവിയെ ഷാപ്പിലിരുന്ന് കുടിച്ചിട്ട് ഇറങ്ങി വന്ന് കൂട്ടുകാരനെ കുത്തിക്കൊല്ലുന്നത് നാം കണ്ടിട്ടില്ലേ? മദ്യലഹരിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത് നാം കണ്ടിട്ടില്ലേ? അതെ, സ്ത്രീകളെ വഴിയിൽ നടക്കുവാൻ കഴിയാത്തവണ്ണം വളരെ ക്രൂരമാകുന്ന നിലയിൽ അവരെ പിടിച്ച് ചീന്തുന്ന അനുഭവങ്ങൾ കണ്ടിട്ടില്ലേ? ലഹരി എന്ന കോമാളി മനുഷ്യനെ കീഴ്പ്പെടുത്തിയപ്പോൾ മനുഷ്യ ജീവിതം മൃഗതുല്യമായി മാറുവാനിടയായി തീർന്നു. സാമൂഹിക തിന്മകളുടെ അടിസ്ഥാന കാരണം മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപം, പാപത്തിന്റെ കാരണം ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന പിശാച്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഇഹലോകത്തിന്റെ പ്രഭുവായ പിശാച് മനുഷ്യ ജീവിതങ്ങളെ വാഴുവാൻ തുടങ്ങിയപ്പോഴാണ് ഈ സാമൂഹികമായ സകല തിന്മകളും മനുഷ്യനല്ലാതെ മൃഗതുല്യനായി അധംപതിക്കുവാൻ ഇടയായി തീർന്നത്. എന്നാൽ ഇന്ന് ഈ ഉച്ച സമയത്ത് ഈ ദേശത്തോട് ഞാൻ പ്രഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇത്രമാത്രമാണ്: മനുഷ്യൻ തന്റെ സൃഷ്ടിപ്പിലേക്ക് തിരിഞ്ഞു നോക്കുക, തന്നെ സൃഷ്ടിച്ചവനിലേക്ക് തിരിഞ്ഞു നോക്കുക, തന്റെ ഉടയവനിലേക്ക് തിരിഞ്ഞു നോക്കുക. അതിനുള്ള സന്ദേശമാണ് സുവിശേഷം എന്ന സന്ദേശം. സുവിശേഷത്തിന്റെ കാതലായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ഒരു കുലത്തിന്റെ ദൈവമല്ല, അവനൊരു മതത്തിന്റെ വാക്താവല്ല, അവൻ മാനവകുലത്തിന്റെ രക്ഷകനത്രേ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്നും അകൃത്യത്തിൽ നിന്നും വിടുവിച്ച് അവനെ ആത്മാവിനും നിത്യജീവനെ നൽകുവാൻ വേണ്ടിയാണ്.
അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം ഉയർത്തപ്പെടുമ്പോൾ അതിനോട് മത്സരിക്കുന്ന, എതിർ പ്രകടിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം മനുഷ്യന്റെ ഉള്ളിൽ വാഴുന്ന ദുഷ്ടനായ പിശാചാണ്. അത് പിശാച് മനുഷ്യ ഹൃദയങ്ങളിൽ ഇതിനോട് വിദ്വേഷവും വെറുപ്പും കുത്തി നിറച്ചിട്ട് ദൈവത്തിലേക്ക് തിരിയുവാൻ കഴിയാതെ വണ്ണം അതിനെ ഒരു മതമായി കണ്ടുകൊണ്ട് മനുഷ്യൻ അതിനെ സ്തോത്രം അകറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? പിശാചിന്റെ വിളയാട്ടങ്ങൾക്ക് അവസാനമുണ്ടാകും ദൈവത്തിലേക്ക് ഒരുവൻ തിരിഞ്ഞാൽ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദേശത്തെ അസമാധാനത്തിന്റെ വിത്ത് പിശാചിന്റെ പ്രവൃത്തിയാണ്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് രക്ഷകനാകുന്ന ക്രിസ്തുവിലേക്ക് ഹൃദയം തിരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം സമാധാനമാവും, ആ വ്യക്തി സമാധാനമാവും, ആ ദേശം അനുഗ്രഹമാകുവാനിടയായിത്തീരും. ഇഹലോകം എങ്ങനെ താറുമാറാക്കണമെന്നുള്ള ഏക ഉദ്ദേശം പിശാചിന്റേതാണ്. അവന്റെ പരിണിത ഫലമാണ് ദൈവത്തിങ്കിലേക്ക് അവനെ തിരിക്കാതെ ഇഹലോകത്തിലേക്ക് അവന്റെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് ഭൂമിയിൽ അവനെ മ്ലേച്ഛതകളുടെ കൂടാരമാക്കി തീർത്ത് അവന്റെ ജീവിതത്തെ ഉടച്ചു കളഞ്ഞ് നിരാശയിലാക്കി അവന്റെ രക്ഷിതാവിനെ തിരിച്ചറിയാതെ നിത്യനരകത്തിലേക്ക്, നിത്യയാതനയിലേക്ക് അവനെ കടത്തിവിടുക എന്നുള്ള പിശാചിന്റെ ഗൂഢതന്ത്രത്തിന്റെ പരിണിത ഫലമാണ്. അതിന്റെ കെണിയിൽപ്പെട്ട് ഉഴലുന്ന ലക്ഷോപലക്ഷം കോടാകോടി ജനത്തെ നമ്മുടെ സമൂഹങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇന്ന് പകൽ വിളിച്ചു പറയുന്ന ഈ സുവിശേഷ സന്ദേശം മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന സന്ദേശമാണ്. ഏതു മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് വിമോചനം, സുവിശേഷം പാപത്തിൽ നിന്നുള്ള വിമോചനം, സുവിശേഷം കൊലപാതകയ്ക്ക് രൂപാന്തരം, സുവിശേഷം തീവ്രവാദത്തിനെതിരെയുള്ള അനുഗ്രഹീത സന്ദേശം, സമൂഹത്തിന്റെ ഉദ്ധാരണത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കും സമൂഹത്തിന്റെ അനുഗ്രഹത്തിനും ഉതകുന്ന ഏക സന്ദേശം എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ സന്ദേശമാണ്. രാഷ്ട്രീയ ഉദ്ധാരകരെ അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതു പാർട്ടി കയറിയാലും പറയും, ഞാൻ ഈ രാജ്യം സ്വർഗതുല്യമാക്കി മാറ്റും. എല്ലാ പാർട്ടിയുടെയും അവരുടെ മോഹന വാഗ്ദാനങ്ങൾ കണ്ടുമറന്ന മണ്ണാണ് നാം. എന്നാൽ ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു മതത്തിനോ ഒരു മനുഷ്യന്റെയും നന്മയ്ക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതികളും വിജയകരമാക്കുവാൻ ഈ ഭൂമിയിൽ സാധിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ മനോഹരമായ ഈ സന്ദേശം രൂപപ്പെടുത്തുക മാത്രമല്ല, ആ സമൂഹത്തെ തന്നെ ഉദ്ധരിക്കുവാനിടയായിത്തീരും. ഈ സന്ദേശം ദേശങ്ങളിൽ സമാധാനം വിതയ്ക്കും. ഈ സന്ദേശം വ്യക്തികളിൽ സ്നേഹം പകരും. ഈ സന്ദേശം കുടുംബങ്ങളെ പണിയുവാൻ ഇടയായിത്തീരും. കുടുംബങ്ങളിൽ മാനസാന്തരം വരുന്നത് നിമിത്തം കുടുംബങ്ങൾ അനുഗ്രഹമായി തീരും. മദ്യപാനികൾ രൂപാന്തരപ്പെടുന്നു, അതെ, ക്രിമിനലുകൾ രൂപാന്തരപ്പെടുന്നു, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, കുടുംബജീവിതത്തിന്റെ ഛിദ്രതകൾ മാറുന്നു, തകർന്നുടഞ്ഞ കുടുംബജീവിതങ്ങൾ പണിയപ്പെടുവാൻ ഇടയായിത്തീരുന്നു. ഈ സന്ദേശത്തിന്റെ പ്രത്യേകത ഇതൊരത്ഭുതമാണ്. ഈ സന്ദേശത്തിന്റെ കാതലായിരിക്കുന്ന ക്രിസ്തു യേശുവിനെ ആര് ഹൃദയത്തിൽ ഏറ്റെടുത്താലും അവന്റെ ജീവിതം അനുഗ്രഹമായി തീരും. അവന്റെ ജീവിത ശൈലി മാറുവാനിടയായിത്തീരും. അവന്റെ കുടുംബ പശ്ചാത്തലം മാറുവാനിടയായിത്തീരും. അവന്റെ വ്യക്തി ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുവാനിടയായിത്തീരും. അതിനേക്കാൾ എല്ലാം ഉപരിയായി ശാശ്വത സമാധാനവും നിത്യജീവനും അവന് പ്രാപിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, അസഹിഷ്ണുത നിറഞ്ഞ അസ്വസ്ഥത നിറഞ്ഞ ഈ ഭൂമിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സമാധാനത്തിനായി നിങ്ങൾ കാക്ഷിക്കുന്നുവെങ്കിൽ യേശുവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കാം. രക്ഷയ്ക്കായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കാം. നിങ്ങൾ കടന്നു പോകുന്ന തകർച്ചയിൽ നിന്ന് കരകയറണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ യേശുവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. സമാധാനമില്ലാത്ത കുടുംബാന്തരീക്ഷമാണോ? നിങ്ങൾ കർത്താവായി യേശുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബാന്തരീക്ഷം സമാധാനമുള്ളതായി തീരും. രോഗത്താൽ ബന്ധിക്കപ്പെട്ട് മരുന്നുകൾക്ക് കാശ് ചെലവഴിച്ച് വീട് വരെ പണയം വെച്ച് ചികിത്സിച്ചിട്ടും രക്ഷപ്പെടാതിരിക്കുന്ന വ്യക്തികളാണോ കേൾക്കുന്നത്? നിങ്ങൾ യേശുവിനായി ജീവിതം സമർപ്പിക്കുക. നിന്റെ രോഗബന്ധനത്തെ അഴിച്ച് സമാധാനമുള്ള ആരോഗ്യമുള്ള ഒരു ജീവിതത്തിനായി ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. പ്രിയമുള്ളവരെ, അതെ, സാമ്പത്തികമായി തകർന്നുടഞ്ഞ കുടുംബ പശ്ചാത്തലമാണോ? ജപ്തിയുടെ വക്കിൽ നിന്നാണോ കേൾക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ജീവിതം യേശുവിനായി സമർപ്പിക്ക്. നിന്റെ ശൂന്യതകളെ മാറ്റി നിന്റെ കുടുംബത്തിന് മാന്യതകളെ തരുവാൻ, നിന്റെ ബാധ്യതകളെ തീർത്ത് അനുഗ്രഹമായ ഒരു ജീവിതത്തിലേക്ക് കാൽവയ്ക്കുവാൻ കർത്താവ് നിന്നെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഇത് ഈ കവലയിൽ നിന്ന് ഒരു കേട്ടുകേൾവിക്ക് നിങ്ങളുടെ കർണത്തിന് സുഖമുണ്ടാക്കുവാൻ പറയുന്ന വാക്കല്ല. ആ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് ഞങ്ങളിൽ പലരും. കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകൾ, ബിസിനസ് തകർന്നുടഞ്ഞ് എനിക്കുണ്ടായിരുന്നു. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലുമായി സ്ഥാപനങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതെ, നൂറുകണക്കിന് സ്ഥാപനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ജീവിതത്തിന്റെ ബന്ധാവിൽ വഴിത്താരയിൽ തകർന്നു പോയപ്പോൾ ഒരു വ്യക്തി പോലും കൈത്താങ്ങി തരുവാനില്ല
വരുമാനമില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകളിൽ മുങ്ങിത്താഴ്ന്നു പോയി ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ച കാലഘട്ടങ്ങളിൽ ഈ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ ഇമ്പമാർന്ന നാമം എന്റെ ജീവിതത്തിന് പ്രതീക്ഷ നൽകി. അത് പുത്യൻ ബാവുകളെ നൂർനൂക്കുന്നത് പോലെ നൂർത്തെടുക്കുവാൻ കഴിഞ്ഞു. ഇന്ന് ആത്മഹത്യ ചെയ്യാതെ ജീവനോടെ ഇരുന്ന് ആ ജീവനുള്ള നാമത്തെ ഉയർത്തുവാൻ എന്നെ പ്രാപ്തമാക്കിയത്. അതുകൊണ്ട് തന്നെ പറയുന്നത്, തകർന്നു കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നീ ഒരു മതത്തെ കേൾക്കുകയല്ല, ഒരു ജാതിയെ പറ്റിയുള്ള പ്രഘോഷണമല്ല കേൾക്കുന്നത്. നിന്റെ ജീവന്റെ രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്ന ജീവദായകനായ ക്രിസ്തുവിന്റെ സന്ദേശമാ. അത് നിന്റെ ജീവചരിത്രത്തെ മാറ്റും. അതിന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് ഈ ഉച്ച സമയത്ത് ഈ കുരിശുമൂടിന്റെ ദേശത്ത് ആരെങ്കിലും നിരാശയോടെ കേൾക്കുന്നെങ്കിൽ, ആരെങ്കിലും പ്രതീക്ഷയറ്റവരായി നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും രക്ഷ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു സമാധാനത്തിന് വേണ്ടി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, താൽക്കാലികമായ സമാധാനമല്ല, താൽക്കാലികമായ രക്ഷയല്ല, താൽക്കാലികമായ ആശ്വാസമല്ല നിനക്ക് തരുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു നിന്റെ ജീവിതത്തിന് ശാശ്വത സമാധാനം വരുത്തുവാൻ, നിന്റെ ജീവിതത്തിന് ആ നിത്യതയെ തരുവാൻ, നിനക്ക് പ്രതീക്ഷകളെയല്ല പ്രത്യാശയെ തന്നുറപ്പിക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് പറയുന്നത്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. എനിക്കറിയാം, ഞാൻ ഇവിടെ നിന്ന് ഘോരാഘോരം 1 മണിക്കൂറൊന്നും പ്രസംഗിച്ചാലൊന്നും നിങ്ങൾക്ക് മാറ്റമുണ്ടാകുകയില്ല. പലവിധ മുൻവിധികളോടെയായിരിക്കാം നിങ്ങൾ കേട്ടിരിക്കുന്നത്. പക്ഷെ നിഷ്കളങ്കമായി ആരെങ്കിലും ഒരാൾ ഈ കുരിശുമൂടിന്റെ പട്ടണത്തിൽ എന്റെ യേശുവേ എന്ന് വിളിക്കുവാൻ സന്നദ്ധമായാൽ നിങ്ങളുടെ ജീവചരിത്രം മാറിയ സാക്ഷ്യം ഈ ദേശത്തോട് നാളുകളിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് പറയുവാൻ കഴിയും. കോട്ടയത്തടുത്ത് പുതുപ്പള്ളിയുടെ പട്ടണത്തിൽ എന്നെ ചോദിച്ചുവാൻ അറിയുവാൻ കഴിയും. തകർന്ന് തരിപ്പണമായി പോയൊരു യൗവനക്കാരൻ എങ്ങനെ ഇങ്ങനെ പറന്നുയർന്നു. അതേ, ചാരത്തിൽ നിന്ന് പറന്നുയരുന്ന ഒരു വീനീസ് പക്ഷിയെ പോലെ നിന്റെ ജീവചരിത്രത്തെ മാറ്റുവാൻ ഞാൻ പ്രസംഗിക്കുന്ന ഈ നാമത്തിന് കഴിയും. അതേ, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമം. അവനെ പറ്റി പറയുന്നത്, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ മാനവകുലത്തിന് രക്ഷിക്കപ്പെടുവാൻ നൽകിയിരിക്കുന്ന ഏകനാമം എന്ന് പറഞ്ഞാൽ യേശു എന്ന നാമം മാനവ കുലത്തിന്റെ രക്ഷാനാമമാണ്. അതിലേക്ക് ആശ്രയിക്കുന്ന ഏത് വ്യക്തിയും അവന്റെ ജീവിതം അനുഗ്രഹപൂർണവും രക്ഷയ്ക്ക് കാരണമായി തീരുകയും ചെയ്യുമെന്ന് ഉറപ്പോടെ പ്രഖ്യാപിക്കട്ടെ. വിശുദ്ധ ബൈബിൾ പറയുന്നത്, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിങ്ങൾ ഹൃദയം തുറന്ന് സ്വീകരിച്ചാൽ, വിശുദ്ധ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനും അവന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. എന്നെ കേൾക്കുന്ന വ്യക്തികൾ നിങ്ങൾ ആരാകുന്നുവോ എന്നുള്ളതല്ല വിഷയം, ഏത് കുലമായിരിക്കുന്നു എന്നുള്ള വിഷയമല്ല. രക്ഷപ്പെടുവാൻ, കുടുംബം രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ഒരാൾ ഹൃദയം വിട്ടുകൊടുത്താൽ രക്ഷകനായ ക്രിസ്തു നിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയും നിന്റെ കുടുംബത്തിന്റെ സ്ഥിതികളെ മാറ്റുവാനിടയായി തീരുകയും ചെയ്യും. കാരണം യേശു ക്രിസ്തു വന്നത് പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തു വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വേണ്ടിയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഇഹലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന, മനുഷ്യകുലത്തിന്റെ ശത്രുവായിരിക്കുന്ന പിശാച് നിന്റെ ജീവിതത്തിൽ അടിച്ചമർത്തിയിരിക്കുന്ന സകലവിധ ദുരിതങ്ങൾക്കും ശാപങ്ങൾക്കും പരിഹാരമായി ഇന്ന് പകൽ യേശുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. നിന്റെ ജീവിതത്തിന്റെ ശാപഗ്രസ്തമായ അവസ്ഥകൾ അഴിയപ്പെടുവാൻ, രോഗഗ്രസ്തമായ അവസ്ഥകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, തകർന്നുടഞ്ഞു പോയ ജീവിതത്തിന്റെ പാപം ബന്ധിച്ച ജീവിതത്തിന് വിടുതൽ പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന് കഴിയും. ആ നാമത്തിന് കഴിയും. ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നു. എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഈ രക്ഷകനെ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ അവന്റെ വിശുദ്ധ ബൈബിൾ ഇപ്രകാരം വിളിച്ചു പറയുന്ന പോലെ, അവൻ പോയതുപോലെ വേഗത്തിൽ വരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ ഏറ്റെടുത്തവർക്ക് അവന്റെ വീണ്ടും വരവെങ്കിൽ ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ, മേഘാരൂഢനായി അവൻ വരുന്ന കാലം, ആ കാഹളം ധ്വനിക്കുന്ന ശബ്ദം കേൾക്കുന്ന മാത്രയിൽ അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് ഞൊടിയിടയിൽ രൂപാന്തരം ഉണ്ടാവുകയും നിത്യതയ്ക്കുള്ള അവകാശം അല്ലെങ്കിൽ പ്രവേശനം സംഭവിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. ഇന്ന് പകൽ ഈ രക്ഷകൻ നിത്യതയ്ക്ക് വേണ്ടി നിങ്ങളെ വിളിക്കുകയാണ്. ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ വിളിക്കുകയാണ്. അതെ, നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ വിളിക്കുകയാണ്. തകർച്ചയിൽ നിന്ന് കരകയറ്റുവാൻ വിളിക്കുകയാണ്. പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വിളിക്കുകയാണ്. ആ രക്ഷകനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നതിന് മുൻപ് ഇതെങ്ങനെ ഹൃദയസ്ഥമാക്കാം അല്ലെങ്കിൽ സ്വന്തമാക്കാം, കരസ്ഥമാക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ പുതിയ സൃഷ്ടിയായി മാറുകയാണ്. എങ്ങനെ പുതിയ സൃഷ്ടിയായി മാറാം? വിശുദ്ധ ബൈബിളിലെ റോമാലേഖനകാരൻ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ആലാഖനം ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്: യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക, ഏവർക്കും ദൈവമക്കളാകാം. എങ്ങനെ ദൈവമക്കളാകും? യേശു എനിക്ക് വേണ്ടി മരിച്ചു,
എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് ഒരാൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് നീതിക്കായി നാവ് കൊണ്ടൊന്ന് ഏറ്റുപറയണം. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഹൃദയത്തിൽ യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നും എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്നുവെന്നും വിശ്വസിക്കുന്നുവെങ്കിൽ ഹൃദയം തുറന്ന് ഇങ്ങനെയൊന്ന് പറയണം: കർത്താവേ, യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അങ്ങ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന ഹൃദയപൂർവ്വം ഒന്ന് ക്ഷണിച്ചു കൊടുത്താൽ ആ ക്രിസ്തു നിങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് വരും. അങ്ങനെ നിങ്ങൾ അവന്റെ മക്കളായി രക്ഷകന്റെ ക്രിസ്തുവിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് ആയിത്തീരുവാൻ ഇടയായിത്തീരും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ കഴിയുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അതെ, ഏവർക്കും എന്ന പദം ഈ കവലയിൽ ഒരിക്കൽ കൂടി ഞാൻ ഊന്നി പറയാ. ഏവർക്കും. അതെ, ഏതവസ്ഥയിലായിരിക്കുന്ന വ്യക്തിയും ഏത് ബോർഡിന് കീഴിൽ ജീവിക്കുന്ന വ്യക്തിയായിരുന്നാലും നിങ്ങൾക്കിന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഒരുക്കമാണെങ്കിൽ ഹൃദയം തുറന്നൊരു വാക്ക് വിളിച്ചു പറയുക: യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. അങ്ങ് എന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തി എന്നും മരിച്ചടക്കപ്പെട്ട എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്നും വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക. ദൈവമക്കൾ എന്ന പദവിയിലേക്ക് വരിക. അങ്ങനെ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അംശികളായി തീരട്ടെ. ഈ ദേശത്തെ ഓരോ പ്രബുദ്ധരായ ദേശവാസികളും സഹിഷ്ണുതയോടെ ഇത്ര നേരം കേട്ടുനിന്നവർക്കും നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ കുത്തിടുകയാണ്. അതെ, മറന്നു പോകരുത്. കാലം തികഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെടുവാനുള്ള സമയമെടുത്തിരിക്കുകയാണ്. അതെ, ഈ ശബ്ദം ഇനി ഒരിക്കൽ കൂടി കേൾക്കുവാൻ ചിലപ്പോൾ ഈ പട്ടണത്തിൽ ഇടവന്ന എന്നിരിക്കുകയില്ല. എങ്കിലും ഇന്ന് നിന്റെ നാഴികയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രക്ഷകനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നിത്യതയുടെ പദവിയെ അലങ്കരിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ച് സഹപഠനിലേക്ക് ഈ ദേശത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിക്കുകയാണ്. ഈ ദേശത്ത് ബിസിനസ് നടത്തുന്നവരുണ്ട്, വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ ഇന്നിവിടെ പ്രസംഗിച്ച ക്രിസ്തു യേശു ജീവിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായി ഞാൻ ഈ പട്ടണത്തിൽ നിന്ന് പോകുന്നുവെങ്കിലും ഈ പട്ടണത്തിലെ നിങ്ങളുടെ സ്ഥിതികൾക്ക് ഭേദം വരുമെന്ന് ഉറപ്പ് ഞാൻ നൽകുകയാണ്. പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വരാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കടയിൽ വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. യാതൊരു വിധത്തിലും നിങ്ങൾ ഉപേക്ഷ വിചാരിക്കേണ്ട. ഞാൻ ഇന്ന് വെല്ലുവിളികളോടെ പറയുക: യേശുവിന്റെ നാമത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതിന് ഗ്യാരണ്ടിയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ ആയുസ്സും ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എന്ന് ആഹ്വാനം ചെയ്ത് എന്റെ വാക്കുകൾക്ക് വിരമിച്ച് ഞാൻ എന്റെ പ്രിയ സ്നേഹിതന് മൈക്ക് കൈമാറുന്നു. കണ്ണുകളെ അടയ്ക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധന നീതിയായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ പൊന്നുപാതിപിടത്തിലേക്ക് ഞങ്ങൾ എടുത്തു വരുന്ന കർത്താവേ, സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് ബലപ്പെടുത്തണ ദൈവകൃപയാൽ നിറയ്ക്ക് മറകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് ഈ ദേശത്തോട് കർത്താവിന്റെ സന്ദേശം അയക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ചുറ്റുപാടായിരിക്കുന്ന കർത്താവെ കുടുംബങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ ഒക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജോലി മേഖലയിലൊക്കെ ആയിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ബിസിനസ്സിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്, വാഹനം ഓടിക്കുന്നവരൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ശബ്ദം എവിടെ കേട്ട എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിനെ അവരെ അറിഞ്ഞ കർത്താവെ, ഹല്ലേലൂയ, കർത്താവിൽ ആശ്രയിക്കുവാൻ ദൈവം അവരെ ഒരുക്കുമെന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത കർത്താവെ, ഈ പള്ളിമുക്കിനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങളും കർത്താവിന്റെ കരങ്ങളിപ്പിച്ചത് കർത്താവെ, അതിങ്ങളുടെ കൂടെ വന്ന കർത്താവിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയെ സാധിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.